ഹലോ, ഇന്ന് നമുക്കൊരു ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പി നോക്കാം. നട്ട്സ്, ഡേറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലഡു ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ന്യൂട്രീഷ്യസും ആണ്, അത്യാവശ്യം സ്റ്റൊമക്ക് ഫില്ലിങ്ങും ആണ്. ഇതിനായിട്ട് ആദ്യം നമുക്ക് പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, അതുപോലെ പീനട്ട് ഇത് മൂന്നും കഴുകി മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ആൽമണ്ട്സ്, കാഷ്യൂ, വാൾനട്ട് ഇത് മൂന്നും സെപ്പറേറ്റ് കഴുകി സെപ്പറേറ്റ് ഉണക്കാൻ വെക്കണം. കാരണം ചെറിയ സീഡ്സ് ഇതിനൊപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്തെടുക്കുന്ന ടൈമിൽ സീഡ്സൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് തന്നെ മാറ്റി വെക്കും. പിന്നെ കുറച്ച് പിസ്തയും അതുപോലെ ഫ്ലേക്സ് സീഡ്സും എടുത്തിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ്സിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ളത് കൊണ്ട് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ ആഡ് ചെയ്യണം. അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സും സീഡ്സും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ നട്ട്സും സീഡ്സും അല്ലാതെ നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് കുറച്ചൊന്ന് ചൂട് ആറാൻ വേണ്ടി വെക്കണം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞാനിവിടെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിയായിട്ടുള്ള രീതിക്ക് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഞാനൊരു 4-5 ഡേറ്റ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ മാറ്റിവെച്ച മിക്സിലേക്ക് ഇപ്പോൾ പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം എണ്ണയൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നെയ്യാണ്. ഞാൻ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന പശു നെയ്യാണ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഈ ഒരു മിക്സിന് അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ നെയ്യ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തത് കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ സ്വീറ്റ് അധികം വേണ്ടാത്തവർക്ക് ഈ ശർക്കര പാനി സ്കിപ്പ് ചെയ്തിട്ട് കുറച്ചധികം ഡേറ്റ്സ് ഇട്ടാൽ മതി. അതാവുമ്പോൾ നാച്ചുറൽ ഷുഗറാണ്. ഡയറ്റ് കോൺഷ്യസ് ആയവർക്ക് ഡെഫിനറ്റ്ലി ഡേറ്റ്സ് ആയിരിക്കും കേട്ടോ ബെറ്റർ ഓപ്ഷൻ. ഇതിപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും കഴിക്കാം, വലിയവർക്കും നല്ല ഹെൽത്തിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു. കുട്ടികൾക്ക് ഡെയിലി ഓരോ ലഡു വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാറുള്ളത്. വൈകുന്നേരം രാവിലെയൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കാറ്. കുറച്ച് മെനക്കെടാണെങ്കിലും നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളുള്ളവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇത് നമുക്കൊരു 20 days വരെയൊക്കെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ടാറ്റാ.